നമസ്കാരം, എന്തോ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ ജുറാസിക് പാർക്കിൽ നിന്നും ചാടി രക്ഷപ്പെട്ട ദിനോസർ കേരളത്തിന്റെ കിഴക്കൻ ജില്ലയായ ഇടുക്കിയിലെ തവളക്കുഴി പഞ്ചായത്തിൽ ഭീകരത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും നിരവധി പേരെ കൊലപ്പെടുത്തുകയും മറ്റ് നാശനഷ്ടങ്ങൾ വിതക്കുകയും ചെയ്ത ഈ ദിനോസറിനെ ഭയന്ന് ആളുകൾ തവളക്കുഴി വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രതിനിധി ജയേഷ് ലൈനിലുണ്ട്. നമുക്ക് ജയേഷുമായിട്ട് ഒന്ന് ബന്ധപ്പെടാം. ജയേഷ്, ജയേഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കാമല്ലോ. എന്താണ് ഇപ്പോൾ തവളക്കുഴിയിലെ അവസ്ഥ, ഒന്ന് വിശദീകരിക്കാമോ? ഡിനോസറസിനെ നേരിട്ട് കണ്ട ഒരു വ്യക്തി പൊന്നപ്പൻ ചേട്ടൻ എന്റെ മുമ്പിലുണ്ട്. അദ്ദേഹമായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. ആ പൊന്നപ്പൻ ചേട്ടൻ എവിടെ വെച്ചാണ് ഈ ദിനോസറിനെ കണ്ടത്, എങ്ങനെയാണ് കണ്ടത്, എപ്പോഴാണ് കണ്ടത് എന്നൊന്ന് കൂടുതൽ വിശദീകരിക്കാമോ? പൊന്നപ്പൻ ചേട്ടാ, എവിടെ വെച്ചാണ് ഡിനോസറസിനെ കണ്ടതെന്ന് ജനങ്ങൾക്കൊന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമോ? അത് പറയാം. ഒന്ന് പറയാം. അതായത് നമുക്ക് വെളുപ്പിന് റബ്ബർ മടങ്ങി വരാം സ്റ്റുഡിയോയിലേക്ക്. ഇപ്പോൾ കിട്ടിയ വാർത്ത, നമ്മുടെ ദിനോസറിനെ പിടിക്കുവാനായിട്ട് കേരള ഗവൺമെന്റ് വൻ തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പായി നമുക്ക് വീണ്ടും ജയേഷുമായിട്ടൊന്ന് ബന്ധപ്പെടാം. ജയേഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കാമല്ലോ. പൊന്നപ്പൻ ചേട്ടൻ എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ഈ ദിനോസറിനെ കണ്ടതെന്നൊന്ന് വ്യക്തമാക്കാമോ? പൊന്നപ്പൻ ചേട്ടനാണല്ലോ ആദ്യമായിട്ട് ഈ ദിനോസറസിനെ കണ്ടത്. എവിടെ വെച്ചാണ് കണ്ടതെന്ന് കൃത്യമായിട്ടൊന്ന് ജനങ്ങൾക്കൊന്ന് വളരെ വിശദമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമോ? ഈ റബ്ബർ വെട്ടുന്ന സമയത്താണ് ഞാൻ ആദ്യം. നമുക്ക് വീണ്ടും മടങ്ങി വരാം സ്റ്റുഡിയോയിലേക്ക്. കൂടുതൽ കാര്യങ്ങൾ വിശദമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് വീണ്ടും ജയേഷുമായിട്ടൊന്ന് ബന്ധപ്പെടാം. ജയേഷ് പറയൂ, എങ്ങനെയാണ് പൊന്നപ്പൻ ചേട്ടൻ ഈ ദിനോസറിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നൊന്ന് കൃത്യമായിട്ടൊന്ന് വിശദീകരിക്കാമോ? പൊന്നപ്പൻ ചേട്ടാ, ഈ ദിനോസറസിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് അറിയാനായിട്ട് ജനങ്ങൾക്ക് വളരെയധികം ആകാംക്ഷയുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നൊന്ന് വിശദീകരിച്ച് പറയാമോ? ഈ റബ്ബർ വെട്ടുന്ന സമയത്താണല്ലോ ഞാൻ ഈ നമുക്ക് വീണ്ടും മടങ്ങി വരാം സ്റ്റുഡിയോയിലേക്ക്. വൃത്തികെട്ടന്മാരെ ഓപ്പയ ചാനല്, നിനക്കൊക്കെ വേറെ ജോലി ചെയ്യണം. മനുഷ്യന്റെ സമയം മെനക്കെടുത്താൻ ലൈൻ എന്തോ ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നു. നമുക്ക് വീണ്ടും മടങ്ങി വരാം സ്റ്റുഡിയോയിലേക്ക്. ഇനി കൂടുതൽ വിശദ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി തവളക്കുഴി പഞ്ചായത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ നാട്ടിൽ ഒരു ജീരക ജീവി ഇറങ്ങിക്കളി. ജീരക ജീവി അല്ല, ഭീകര ജീവി. എന്നെ തെറ്റിച്ചു കളഞ്ഞു. എടാ, ഞങ്ങളുടെ പാർട്ടി സമ്മേളനം ഈ സാധനം വന്ന് ആകെ കൊളോക്കി കളഞ്ഞു. പിന്നെ സമാധാനായി. സത്യം പറഞ്ഞ ഈ സാധനം എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കുന്ന എടാ, ഒരു 10-30 അടി ഉയരം ഉണ്ടാവും ഇതിന്. നമ്മുടെ ബാബുവാനിയുടെ അത്രയും വരുമോ? അത്രയും വരില്ല, കുറച്ച് കുറവായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സീരിയസ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കണം കേട്ടാ. 10 അടി പൊക്കമുള്ള ഈ സാധനത്തിനുണ്ടല്ല, കണ്ണൊക്കെ ഉന്തിയിട്ട് ചെവിയൊക്കെ വിടർന്ന് പല്ലൊക്കെ തള്ളി ഒരുതരം മരപ്പട്ടിയിടാ ഇതുപോലത്തെ രൂപം. എടാ, നീ ബഹളം ഉണ്ടാക്കല്ലേ? ഈ സാധനം എന്റെ വീട്ടിൽ കാണിച്ച പോക്കൃതരം എന്താണെന്നറിയാം? എന്താണത്? ഒരു മുട്ടനാടിലല്ലേ എടുത്തിട്ട് പോയത്. മുട്ടനാടിനെ? എന്റെ വീട്ടിൽ നിന്ന് മുട്ടനാടല്ലേ. എന്റെ വീട്ടിൽ സംഭവിച്ചെന്താണെന്നറിയാമോ? എന്താണ്? കെട്ടിക്കാൻ പ്രായോഗിക്കണ കെട്ടിക്കാൻ പ്രായോഗിക്കണ പശുവിനെ എടുത്തോണ്ട് പോയി കളഞ്ഞു. പശുവാ? അതിലും വലിയ നാണക്കേടാണ് എന്റെ വീട്ടിലുണ്ടായത്. എടാ, എന്റെ ഭാര്യ കുളിച്ചിട്ടുണ്ടല്ല, ഈ സാധനം വന്ന് എത്തി നോക്കിന്ന്. വയറന്നു നാട്ടിലടക്കുന്ന സംഭവം മുഴുവൻ ആ പാവപ്പെട്ട ജീവിയുടെ തലയെ ചുമ്മാ കെട്ടി വെക്കല്ലേ? നിനക്കറിയില്ലാട്ടാ, ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇന്നലെ എന്റെ ഭാര്യ കുളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഈ സാധനം വന്ന് എത്തി നോക്കി. അവള് ചോദിച്ചു, ആരാന്ന് ചോദിച്ചു പറയാ, ദിനോസറാണ് മുന്നേ ഒറ്റ ഓട്ടം. ദിനോസറാണ്. ദിനോസർ അല്ലാന്ന്. ദിനോസറല്ലേ പിന്നെ ആരാണ്? അത് നമ്മുടെ ചെത്തുകാരൻ കുമാരനാ. ഇത് നിനക്കെങ്ങനെ അറിയാം? എന്റെ ഈ തോളത്തി ഔട്ടി നിന്നിട്ടല്ലേ അവൻ നിന്റെ പെണ്ണുമുള്ള കുളിച്ചി കണ്ടത്. ശരിയാക്കി തരാട്ടാ. അതൊക്കെ പോട്ടെ, ഇനൊരു പരിഹാരം കാണണ്ടേ? പരിഹാരം കാണണ്ടേ? പരിഹാരം കാണാൻ അതിന് ഇവിടുന്ന് വർത്താനം പറഞ്ഞാൽ മതി. വികാരേശ്വരനോട് വരാൻ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങോട്ട് വരും. ആ നോണയും കൊത്തിയും പറഞ്ഞിടക്കാം. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് കുരിശായിരിക്കട്ടെ. ആ കുരിശ് നിന്റെ തോളത്ത് തന്നെ ഇരിക്കട്ടെ. പത്രോസ്, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വികാരിയാണ്, സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കണമെന്ന്. എന്റെ പൊന്നച്ചോ, ഈ പറഞ്ഞ വികാരി എനിക്കും ഇരിക്കണ്ട്, ഈ ആൾക്കാർക്ക് മൊത്തം ഉണ്ട്. പക്ഷെ ഞങ്ങളാരും പറഞ്ഞു നടക്കണില്ല, ഞാൻ വികാരിയാണ്. അച്ചോ, നമ്മുടെ നാട്ടിലൊരു പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. നമ്മുടെ തങ്കമ്മയായിരിക്കും. തങ്കമ്മയും പൊന്നമ്മയൊന്നും അല്ല, ദിനോസർ. ഞാൻ അറിഞ്ഞു. ഇന്നലെ പള്ളിയിലെ കുർബാനക്കിടെ ഈ ജീവിയെ ഞാനൊന്ന് മിന്നായ പോലെ കാണുകയും ചെയ്തു. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ ആദ്യമായി ഈ ദിനോസറിനെ കണ്ടത് നമ്മുടെ പള്ളിയുടെ കിഴക്കേ വീട്ടിലെ കൊച്ചാപ്പുവിന്റെ മകൻ കുഞ്ഞാപ്പു ആയിരുന്നു. ഇന്നലെ അവൻ വീട്ടിൽ കിടന്ന്
കിടന്നുറങ്ങുകയായിരുന്നു. ഈ സമയത്താണ് ദിനോസർ അവന്റെ ജനാലകൾ തല്ലി തകർത്ത് അവന്റെ മുറിയിലേക്ക് പ്രവേശിച്ചത്. കുഞ്ഞാപ്പു ബുദ്ധിമാനായിരുന്നു. ദിനോസറിന്റെ കണ്ടയുടൻ കണ്ണുകൾ ഇറുകിയടച്ച് ശ്വാസം വലിച്ചു പിടിച്ച് ചത്ത തടി പോലെ കിടന്നു. ഇതാണ് ഡിനോസറിന്റെ ഗുണം. ഡിനോസറിനെ കണ്ട് ശവം പോലെ കിടന്നു കഴിഞ്ഞാൽ ഈ സാധനം ഒരു ചുക്കും ചെയ്യില്ലടാ. ദിനോസറും കുഞ്ഞാപ്പും ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം മുഖാമുഖം നോക്കി നിന്നു. ഈ കുഞ്ഞാപ്പൂരെ സമ്മതിക്കണം. എന്നിട്ട് ഇപ്പോൾ ഞാൻ കുഞ്ഞാപ്പുവിന്റെ ശവോടൊക്കെ കഴിഞ്ഞാണ് വരുന്നത്. 3.5 മണിക്കൂറോളം ചാത്തം വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞാപ്പു അല്ല വലിയാപ്പു ആയാലും തട്ടിപ്പോകുന്നു. അറിയില്ലടാ നിനക്കൊക്കെ. എന്റെ പൊന്നാച്ചി എന്തിനാണ് ഈ നുണ പറയണേ ഇങ്ങനെ? പ്രിയമുള്ളവരെ, ഈ ദിനോസറിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഓർമ്മയിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇവന്റെ കുട്ടിക്കാലമാണ്. എന്താണ് അച്ചു? അത്രയ്ക്ക് വൃത്തികെട്ട ജീവിയായിരുന്നു. നിങ്ങൾ നിർത്താൻ ഇതിനൊരു പരിഹാരം കാണാൻ എന്തെങ്കിലും പറ. ഇതിന് പരിഹാരമുണ്ട്. ഈ ദിനോസറിനെ പിടിക്കുവാൻ നമ്മുടെ വേട്ടക്കാരൻ വാറുണ്ണിയെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. വാറുണ്യ ഉടനടി അവൻ ഇവിടെ എത്തും. കർത്താവെ പറഞ്ഞു തീർന്നില്ല, നമ്മുടെ വാറുണ്ണിയല്ലേ വരുന്നത്.